നമ്മൾ തുടങ്ങുന്നത് തന്നെ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഒരു കൊട്ടേഷനും കൊണ്ട് തന്നെ നമുക്ക് തുടങ്ങിയേക്കാം. കമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈസ് ദ എയ്ത്ത് വണ്ടർ ഓഫ് ദി വേൾഡ്. ഹി ഹൂ അണ്ടർസ്റ്റാൻഡ്സ് ഇറ്റ് ഏൺസ് ഇറ്റ്. ഹി ഹൂ ഡസൻറ്റ് പേയ്സ് ഇറ്റ്. അദ്ദേഹം പറയുന്നത് കമ്പൗണ്ട് ഇൻട്രസ്റ്റ് ലോകത്തിലെ എട്ടാമത്തെ ഏറ്റവും വലിയ അത്ഭുതമാണ്. അത് മനസ്സിലാക്കുന്നവൻ അത് സമ്പാദിക്കും, അത് മനസ്സിലാക്കാത്തവനോ അത് കൊടുക്കും. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് ഞാൻ ഉദ്ധരിക്കുവാനായിട്ടുള്ള കാര്യം എൻ്റെ ഒരു റീസെൻറ്റ് ഷോർട്ട് വീഡിയോയെ പറ്റിയായിരുന്നു. ആ റീസെൻറ്റ് ഷോർട്ട് വീഡിയോയ്ക്കകത്ത് ഈ പവർ ഓഫ് കോമ്പൗണ്ടിങ് വേഴ്സസ് റെഡ്യൂസിങ് ബാലൻസിൻ്റെ ഒരു താരതമ്യേന ഞാൻ ഒരു എക്സ്പെരിമെൻറ്റ് പറഞ്ഞു കൊടുത്തു. ആ എക്സ്പെരിമെൻറ്റിന് കമൻ്റായിട്ട് പലരും കമൻറ്റ് തന്നു, ഒത്തിരിയും കമൻറ്റ് വന്നു. അന്നേരം ആ കമൻറ്റിൽ ഈ രണ്ട് കൂട്ടരുടെയും കമൻറ്റുണ്ട്. അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നവരുടെ കമൻറ്റും ഉണ്ട്, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാത്തവരുടെ കമൻറ്റും ഉണ്ട്. അന്നേരം അത് ഇച്ചിരി കൂടെ ഒന്ന് മനസ്സിലാക്കിപ്പിക്കുവാൻ അടുത്തൊരു എക്സ്പെരിമെൻറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അന്നേരം ശ്രദ്ധ വെച്ച് കേട്ടോ. ചിലപ്പോൾ ഈ മനസ്സിലാക്കാത്തവൻ മനസ്സിലാക്കിയെന്ന് വരും. പക്ഷെ മനസ്സിലാക്കാൻ മനസ്സില്ലാത്തവർ മനസ്സിലാക്കണ്ട, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഓക്കെ. ഇപ്പം ഡിസംബർ മാസം വന്നിരിക്കുകയാണ്. ഡിസംബർ 1 എൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, സുഹൃത്തെ, ഞാൻ നിങ്ങൾക്ക് ഒരു സമ്മാനം തരുവാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ അടുത്ത വർഷം ജാനുവരി 2025 വരുന്നുണ്ടല്ലോ. അന്നേരം അതിന് മുമ്പായിട്ട് നിങ്ങൾക്കൊരു സമ്മാനം തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനകത്ത് 2 തരം ഓഫറാണ്. നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യണം നിങ്ങൾക്ക് ഏത് സമ്മാനമാണ് വേണ്ടിയെന്നുള്ള കാര്യം. ആദ്യത്തെ ഓഫർ ഇതാണ്. നിങ്ങൾക്ക് ഡിസംബർ 1 തന്നെ നിങ്ങൾക്ക് 1,000,000 അല്ലെങ്കിൽ 10 ലക്ഷം രൂപ തന്നിരിക്കും. ഓഹോ, നല്ല കാര്യം. രണ്ടാമത്തെ ഓഫർ, നിങ്ങൾക്ക് എല്ലാ ദിവസവും നിങ്ങൾക്ക് ഞാൻ തരുന്ന കാശ് ഡബിൾ ചെയ്ത് തരും. ഞാൻ ആദ്യം നിങ്ങൾക്ക് 1 പൈസ തരും ഡിസംബർ 1. ഡിസംബർ 2 2 പൈസ തരും. ഡിസംബർ 3 4 പൈസ തരും. അതിൻ്റെ അർത്ഥം തലേന്ന് കിട്ടിയതിൻ്റെ ഇരട്ടി ഇന്ന് കിട്ടും, അത്രയേ ഉള്ളൂ. അന്നേരം ഞാൻ ഏതാണ് സെലക്ട് ചെയ്യേണ്ടത്? നിങ്ങൾ തന്നെ എന്നെ ഒന്ന് സഹായിക്കുക. ഞാൻ സെലക്ട് ചെയ്ത രണ്ടാമത്തെ ഓപ്ഷനാണ്. ഈ ചാർട്ട് ഒന്ന് നോക്കിക്കാട്ടെ. ഡിസംബർ 1 എനിക്ക് 1 പൈസ കിട്ടി. 2 2 പൈസയും കിട്ടി. ഡിസംബർ 10 ആയപ്പോൾ എനിക്ക് 10 രൂപ 23 പൈസ കിട്ടി. അത് കേൾക്കുമ്പോഴേ ചിലരുടെ നെഞ്ചിടിപ്പ് തുടങ്ങും. ഒരു വിഡ്ഢിത്തരമാണല്ലോ, പൊട്ടത്തരമാണല്ലോ എന്നൊക്കെ പലരും പറയും. ഡിസംബർ 20 ആയപ്പോൾ എനിക്ക് 10,485 രൂപ കിട്ടി. അതും വലിയ കാര്യമൊന്നുമല്ലല്ലോ, അതൊരു തുച്ഛമായ എമൗണ്ട് അല്ലേ. അവിടെ 10 ലക്ഷം കിടക്കുമ്പോഴാണ് ഇവിടെ 10,000 പറ്റി പറയുന്നത്. പക്ഷേ അവസാനത്തെ ആ 10-11 ദിവസത്തിലാണ് റിയൽ പടക്കം പൊട്ടുന്നത്. ഡിസംബർ 31 ആയപ്പോൾ എനിക്ക് എത്രയായി? എനിക്ക് 2,14,74,000 രൂപ എൻ്റെ പോക്കറ്റിൽ വന്നു. എന്നാൽ ആദ്യത്തെ ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്തായിരുന്നെങ്കിലോ ഒരു 10 ലക്ഷം രൂപയും കൊണ്ട് അവിടെ ഇരുന്നേനെ. അതാണ് പവർ ഓഫ് കമ്പൗണ്ടിങ്. മനസ്സിലാക്കാവുന്നവർക്ക് മനസ്സിലാക്കാവുന്നതാണ്. അവസാനത്തെ 10 ദിവസങ്ങളിലാണ് റിയൽ ഗ്രോത്ത് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് സമയം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കോമ്പൗണ്ടിങ്ങിൽ കാത്തിരുന്ന് കഴിഞ്ഞാൽ മാക്സിമം പണം ഉണ്ടാക്കാവുന്നതായിരിക്കും. ഓക്കെ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. വീണ്ടും കാണാം.